വെള്ളമായിരുന്നു. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കാവാലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നിന്ന് നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലോട്ട് കയറുക. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളക്കെട്ട് ഉണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇതിവിടെ നീലംപേരൂരോ, നീലംപേരൂർ തൊട്ട് അങ്ങോട്ട് വെള്ളക്കെട്ടാണ്. ഈ വെള്ളക്കെട്ടിൽ കൂടെ നമ്മൾ കാവാലം വരെ പോകണം. അപ്പോൾ നമ്മൾ കാവാലം വരെ പോകുന്നത് നമുക്ക് ആ കാവാലം വരെ ഉള്ള ആ കാഴ്ചകൾ ഒന്ന് കാണിക്കാം, എങ്ങനെയാണ് ഇവിടെ വെള്ളം കയറി കിടക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുഴയിലെ മണൽ കാര്യങ്ങൾ, ഡാമിലെ മണൽ അതെല്ലാം മാറ്റി കഴിയുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ ഒഴുക്കിന് കുറച്ച് ശക്തി കൂടും. ഡാമിലാകുമ്പോൾ വെള്ളത്തിൻ്റെ സംഭരണശേഷി കുറച്ച് കൂടും. ഇതുണ്ട് ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളയൊക്കെ വന്ന് നിറഞ്ഞു കിടക്കുക. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ വെള്ളം ഒലിച്ചു പോകുന്നതിനൊക്കെ ഭയങ്കര ഉപകാരമായിരിക്കും. ഇതുണ്ടോ ഇത്രയും വെള്ളം കയറി കിടക്കുക. ഇവിടുത്തെ ഒരു ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി സ്പീഡിന് പോകണമെന്നൊക്കെ നടക്കുന്ന കാര്യമല്ലോ ആണോ? അല്ല, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ, ഓരോ സർക്കാർ മാറി മാറി വരുന്നതാണ്. അവരൊക്കെ ഒന്ന് നോക്കി ഇതൊക്കെ ചെയ്യേണ്ടേ അല്ലേ? നമുക്ക് ഇവിടുത്തെ ആ ഒരു സങ്കടങ്ങളും ആ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കണ്ടേക്കാം. നമ്മുടെ യാത്രയിൽ വഴിയിൽ വെച്ച് ഒരു 3-4 പേരോടെ കൊണ്ടുപോകാൻ ഒരു അവസരം വന്നു. അപ്പം ചെറു വാഹനങ്ങളൊന്നും കൊണ്ട് പോകാത്തതുകൊണ്ട് ബസ് സർവീസ് ഇല്ലാത്തതുകൊണ്ടും ആൾക്കാർക്ക് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോകുന്നത് കണ്ടുകൊണ്ട് ഞങ്ങളുടെ കൂടെ അവരിവിടെ വന്നു. അവരെ ഇവിടെ കൊണ്ടാക്കാൻ പറ്റി. ഇന്നലെ എറണാകുളത്ത് പരീക്ഷയ്ക്ക് പോയ ഒരു അമ്മയും മകളും ഉണ്ടായിരുന്നു. അവർക്കും വന്നിട്ട് വീടെത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു. അപ്പോൾ അവരെയും കൂടെ ഞങ്ങൾക്ക് അവിടെ എത്തിക്കാൻ കഴിഞ്ഞു. ഞാൻ ഇന്നിവിടെ പ്രത്യേകം പോകാനുള്ള കാരണം, തിരുവനന്തപുരം പാറശാലയുള്ള എൻ്റെ കൂട്ടുകാരൻ ഡെയിലി ഒരു 2 ട്രിപ്പ് രാവിലെയും വൈകുന്നേരം ഇവിടെ പോകും. എന്നിട്ട് ഇവിടുത്തെ ഈ വെള്ളം കയറി കിടക്കുന്ന ഇവിടുത്തെ ആ ഒരു ദുഷ്കരമായ ആ കാഴ്ചകളും അവിടുത്തെ ആ വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പം അതൊന്ന് പോയി കാണണമെന്നും ഒരു വീഡിയോ എടുത്ത് ഇത് പൊതുജനങ്ങളെ പുറത്തോട്ടുള്ള ആൾക്കാരെ ഒന്ന് അറിയിക്കണമെന്നും തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാനും ഒന്ന് പോയത്. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന മാതിരിയല്ല, ഈ മൊബൈലിൽ കൂടെയും അല്ലെങ്കിൽ ടി വി കൂടെയൊക്കെ കാണുന്ന മാതിരിയല്ല. അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് അവരുടെ ഒരു വിഷമം മനസ്സിലായത്. 2018 ഒരു പ്രളയം വന്നെങ്കിലും അതിനുശേഷം 8 വർഷത്തിന് ശേഷമാണ് ഇപ്പം 2026 ഒരു പ്രളയത്തിൻ്റെ സ്റ്റാർട്ടിങ്. അതും 2 ദിവസം മഴ പെയ്തപ്പോഴത്തേക്ക് ഇത്രയും വെള്ളം കയറി. അന്നേരം ഇനി അഥവാ ഒരു മഴ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ അവിടെ താമസിക്കാൻ പറ്റും? അന്നേരം സർക്കാരും അല്ലെങ്കിൽ അതിന് സംബന്ധിച്ചുള്ള മറ്റാൾക്കാരും എത്രയും പെട്ടെന്ന് ഈ വെള്ളം കയറുന്നതൊന്ന് ഒഴിവാക്കാനുള്ള സമ്പ്രദായം ഒപ്പിക്കണം. കാരണം കുഞ്ഞുങ്ങളുണ്ടാവും, വലിയവരുണ്ടാവും, വയസ്സായ ആൾക്കാരൊക്കെ നിരവധി ആൾക്കാരുള്ളതാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട്, ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ് അവിടെ നിന്ന് വരാനായിട്ട്. ഇപ്പം തന്നെ വെള്ളം കയറി കഴിയുമ്പോഴത്തേക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നടത്താൻ പോലും വലിയ പാടായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വൃത്തിയാക്കി ഈ വെള്ളക്കെട്ടൊക്കെ ഒഴിവാക്കാനുള്ള സമ്പ്രദായം സർക്കാർ എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല നടപടിയായിരിക്കും.
സംഭവം തന്നെയാണ്. വെള്ളം മഴ നിൽക്കുകയായിരുന്നെങ്കിൽ അപ്പം ഞങ്ങൾക്ക് ആ വണ്ടി അങ്ങോട്ട് വല്ലതും കൊണ്ട് മാറ്റുകയും ചെയ്യും. മറ്റേ നമ്മുടെ ഈ ജംഗ്ഷൻ്റെ എവിടെ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ മതി പഞ്ചായത്ത് കണ്ടോ.